സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വെബ് സർവീസസ് ആണ്. വെബ് സർവീസസ് നമുക്ക് ഒരുപാടുണ്ട്. അതിൽ നമുക്ക് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് വിക്കിപീഡിയ ആണ്. സോ വിക്കിപീഡിയ ആണ് എൻ്റെ ടോപ്പിക്കാണ് വെബ് സർവീസസ്. ഓക്കെ നമുക്ക് വിക്കിപീഡിയ ലോഞ്ച് ചെയ്തത് 15th January 2001 ലോഞ്ച് ചെയ്തത്. ജിമ്മി വെയിൽസും ലാരിയ സാങ്കറുമാണ് വിക്കിപീഡിയ ലോഞ്ച് ചെയ്തത്. സോ വിക്കിപീഡിയ is launched on 15th January 2001. ജിമ്മി വെയിൽസ് ആൻഡ് ലാരി സാങ്കർ. വിക്കി ആൻഡ് പീഡിയ എന്ന രണ്ട് വേർഡ്സ് വന്നിരിക്കുന്നത് എൻസൈക്ലോപീഡിയ എന്ന വേർഡിൽ നിന്നാണ്. സോ വിക്കി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കെല്ലാം പെട്ടെന്നാണ് നമുക്ക് വിരൽത്തുമ്പിൽ കിട്ടുന്നത് അല്ലേ. സോ അതുകൊണ്ടാണ് വിക്കി എന്നും അതിൻ്റെ വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ക്യുക്കാണ്. ഓക്കെ, എന്താണ് ഈ ഒരു വിക്കി എന്ന് പറയുന്നത്? എ വിക്കി ഈസ് എ വെബ് ബേസ്ഡ് ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ educators, students, business and staff to work collaboratively to create materials, resources and instructional objectives. വിക്കി എന്ന് പറയുന്നത് ഒരു വെബ് ബേസ്ഡ് ടൂൾസ് ആണ്. എഡ്യൂക്കേറ്റേഴ്സ് ആയാലും സ്റ്റുഡൻസ്, ബിസിനസ്, ഏത് ആൾക്കാരും ആയിക്കോട്ടെ, അവരെല്ലാം യൂസ് ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് ടൂളാണ് വിക്കി എന്ന് പറയുന്നത്. നമുക്ക് ആ വിക്കിയിൽ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാം, ഒരുപാട് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റിസോഴ്സസ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസസ് വിക്കിയായിട്ടുണ്ട്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ വിക്കി ഈസ് എ വെബ് ബേസ്ഡ് ടൂളാണ് നമുക്ക് പറയാം. സോ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് ടൂളാണ് വിക്കി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് വിക്കിയിലുള്ളത്? ഫീച്ചേഴ്സ് ഓഫ് വിക്കി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺനെസ്. എന്താണ് ഈ ഓപ്പൺനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ വിക്കിപീഡിയ എല്ലാവർക്കും ഏത് സമയം വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അങ്ങനെ പ്രത്യേക ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ആർട്ടിക്കിൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, ആർട്ടിക്കിൾ നോക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. സോ ഓപ്പൺ ആക്സസ് ആണ്. അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഓപ്പൺനെസ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്കിൽസ്. ഒരുപാട് കമ്പ്യൂട്ടർ സ്കിൽസോ വേർഡോ എക്സലോ ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് വിക്കി യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. സോ ദർ ഇസ് നോ മച്ച് കമ്പ്യൂട്ടർ സ്കിൽസ് ടു യൂസ് വിക്കിപീഡിയ. തേർഡ് വൺ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. വിക്കിപീഡിയ അലൗസ് എവ്രി വൺ ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ ആർട്ടിക്കിൾസ്. ആർക്ക് വേണമെങ്കിലും വിക്കിപീഡിയയിൽ ആർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊരു തരം മോട്ടിവേഷനാണ് അത് യൂസ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഒരു മൂന്നാമത്തെ ഫീച്ചർ, മോട്ടിവേഷൻ. ഫോർത്ത് വൺ ഈസ് ഫാസ്റ്റ് ചേഞ്ചിങ് റേറ്റ്. അതായത് ദ ആർട്ടിക്കിൾസ് ഇൻ വിക്കിപീഡിയ അണ്ടർഗോ റിവിഷൻ അറ്റ് എ ഫാസ്റ്റർ റാദർ ദാൻ എനി അതർ എൻസൈക്ലോപീഡിയ. ഇപ്പം നമ്മൾ എൻസൈക്ലോപീഡിയയിലും വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫാസ്റ്റർ റിവിഷൻ സംഭവിക്കുന്നില്ല ആർട്ടിക്കിൾസിൽ. പക്ഷേ അത് വിക്കിപീഡിയയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു ഫാസ്റ്ററായിട്ട് റിവൈസ് ചെയ്യുന്നു ആർട്ടിക്കിൾസ്, അത് ചേഞ്ച് ചെയ്യുന്നു ആർട്ടിക്കിൾ. അപ്പോൾ അതാണ് ഫാസ്റ്റ് ചേഞ്ചിങ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ഈസി യൂസബിലിറ്റി. വിക്കിപീഡിയ ഈസ് ഈസിലി ആക്സസബിൾ ടു ഓൾ. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ 5 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺനെസ്, കമ്പ്യൂട്ടർ സ്കിൽസ്, മോട്ടിവേഷൻ, ഫാസ്റ്റ് ചേഞ്ചിങ് റേറ്റ്, ഈസി യൂസബിലിറ്റി. ആർക്ക് വേണമെങ്കിലും ഓപ്പണായിട്ട് ആക്സസ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാം. അധികം കമ്പ്യൂട്ടർ സ്കിൽസിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എഡിറ്റിംഗ് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ അതിലൂടെ ഒരു മോട്ടിവേഷനാണ് യൂസേഴ്സിന് നൽകുന്നത്. മറ്റ് എൻസൈക്ലോപീഡിയ പോലെ നമുക്ക് ഒരുപാട് റിവിഷൻ അല്ലെങ്കിൽ ഫാസ്റ്റർ ആണ് വിക്കിപീഡിയ ആസ് കമ്പയർഡ് ടു അതർ എൻസൈക്ലോപീഡിയ. പിന്നെ വിക്കിപീഡിയ എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആണ്. സോ ഇതാണ് വിക്കിപീഡിയയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അഡ്വാൻറ്റേജസ് ഓഫ് വിക്കി. എന്താണ് വിക്കിയുടെ അഡ്വാൻറ്റേജസ്?
നമുക്ക് ഫീച്ചേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് അഡ്വാൻറ്റേജസും പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ഫ്രീ ആണ്. നമ്മൾ പറയുന്നത് ഓപ്പൺ ആക്സസ് ആണ്, ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ആർട്ടിക്കിൾ വായിക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആക്സസ് ആണ്, ഫ്രീ ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് എനിവൺ ഫ്രം എവ്രിവെയർ, എവിടെ നിന്നുള്ളവർക്ക് വേണമെങ്കിലും വിക്കിപീഡിയ ആക്സസ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ ഈസ് ഇൻസ്റ്റൻറ്റീനിയസ്, പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് വിക്കിപീഡിയ ആക്സസ് ചെയ്യാൻ പറ്റും, അധികം ടൈമോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഫോർത്ത് വൺ ഈസ് കൊളാബറേഷൻ, ഒരാളുടെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരാൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ ആർട്ടിക്കിളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യാം. സോ കൊളാബറേഷൻ നടക്കുന്നുണ്ട്. ഫിഫ്ത്ത് വൺ ഈസ് എൻകറേജ് നോൺ ടെക്നിക്കൽ യൂസേഴ്സ്, മീൻസ് കമ്പ്യൂട്ടർ സ്കിൽസ് അധികമില്ലാത്ത അതായത് ടെക്നോളജിയെക്കുറിച്ചോ കമ്പ്യൂട്ടർ സ്കിൽസിനെ കുറിച്ചോ അധികം അറിയാത്ത ആൾക്കാർക്ക് പോലും വിക്കിപീഡിയ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നോൺ ടെക്നിക്കൽ യൂസേഴ്സിനെ എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് വിക്കിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വിക്കിപീഡിയ. എന്തൊക്കെയാണ് വിക്കിപീഡിയയുടെ ഡിസ്അഡ്വാൻറ്റേജസ്? സോ ഏതൊരു കാര്യം എടുത്താലും അതിന് അഡ്വാൻറ്റേജസും കാണും, ഡിസഡ്വാൻറ്റേജസും കാണും. ഓക്കെ, ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റിയലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഈസ് എ ക്വസ്റ്റ്യൻ ആസ് എനിവൺ ക്യാൻ ആഡ് ഇൻഫർമേഷൻ. അല്ലേ, നമുക്ക് ഇപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ റിലയബിൾ ആണോ കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ആ ഇൻഫോർമേഷൻസിൽ എന്ത് വേണമെങ്കിലും ഓരോരുത്തർക്ക് ഓരോ ദിവസം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഇൻഫോർമേഷൻസ് ട്രൂ ആണോ കറക്റ്റ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഡിറ്റിംഗ് മോഡൽ, എനിവൺ ക്യാൻ എഡിറ്റ് ദ ആർട്ടിക്കിൾസ് എനി ടൈം. ഈ ഫസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെയാണ്. ഇൻഫോർമേഷൻസ് നമുക്ക് റിലയബിൾ അല്ല, അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആർട്ടിക്കിൾസ് ഏത് സമയത്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് വിക്കിയുടെ. തേർഡ് വൺ ഈസ് ദ ഫ്രീ ആൻഡ് ഈസി ആക്സസ് ടു എഡിറ്റ് പേജസ് ക്യാൻ ലീഡ്സ് ടു ഇംപ്രോപ്പർ മാനിപ്പുലേഷൻ. അപ്പോൾ വിക്കിപീഡിയ ഓൾറെഡി നമ്മൾ അഡ്വാൻറ്റേജസിൽ പറഞ്ഞു, ഈ ഫ്രീ ആണ്, ഈസി ഓപ്പൺനെസ് ആണ്. പക്ഷേ ഈ ഫ്രീയും ഈസി ഓപ്പൺനെസ്സും മൂലം നമ്മൾ പേജസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇംപ്രോപ്പർ ആയിട്ടുള്ള മാനിപ്പുലേഷൻസിലേക്കും പോകാം. സോ അതും വിക്കിയുടെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫോർത്ത് വൺ ഈസ് Fourth one is provide an excellent source for collaborative writing within and out of the classroom. Provide an excellent source for collaborative writing within and out of the classroom. സോ ഇതെല്ലാം വിക്കിയുടെ ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ വെബ് സർവീസസ് വിക്കി ആയിരുന്നു. സോ അതിൻ്റെ വിക്കി നമ്മൾ ലോഞ്ച് ചെയ്തത് 15th January 2001 ബൈ ജിമ്മി വെയിൽസ് ആൻഡ് ലാരി സാഗർ ആണ്. വിക്കിപീഡിയ എൻസൈക്ലോപീഡിയ എന്ന വേർഡിൽ നിന്നാണ് എടുത്തത്. വിക്കി എന്ന് പറഞ്ഞാൽ ക്യുക്കാണ്, അതൊരു വെബ് ബേസ്ഡ് ടൂളാണ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനധികം കമ്പ്യൂട്ടർ സ്കിൽസോ ടെക്നിക്കൽ സ്കിൽസോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞു, സോ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു സോ മച്ച്.